അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്, ഒരു റമദാൻ കൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഇത് ഫലപ്രദമാകാൻ നമുക്ക് സാധിക്കണം. മുത്തഖീങ്ങളാവുക എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോഴാണ് റമദാൻ സഫലമായി എന്ന് പറയാനാവും. പൂർണ്ണാർത്ഥത്തിൽ അല്ലാഹുവിന് വിധേയപ്പെടുക എന്നതാണ് തഖ്വയുടെ തത്വം. റമദാനിൽ നമ്മുടെ ഉറക്കവും ഉണർവും അന്നവും ആഗ്രഹങ്ങളും ഒക്കെ നാം ക്രമീകരിക്കുന്നു. നല്ല നീയത്തും പ്രതിഫല പ്രതീക്ഷയും ഉണ്ടാകുമ്പോഴാണ് അവകൾ ആരാധനകളാവുന്നത്. ജീവിതത്തിലുടനീളം അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിക്കാൻ പരിശീലിക്കുമ്പോഴാണ് റമദാൻ ലക്ഷ്യം കാണുന്നത്. റമദാൻ കൂടുതൽ ഫലപ്രദമാകാൻ ചില കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. 1. മനം നിറഞ്ഞ പ്രാർത്ഥനകൾ. പ്രാർത്ഥന ഒരു ആരാധനയാണ്, മാത്രമല്ല അത് വിശ്വാസിയുടെ ആയുധം കൂടിയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കുറ്റകരമായതോ കുടുംബബന്ധം മുറിക്കുന്നതോ അല്ലാത്ത വിശ്വാസിയുടെ ഏതൊരു പ്രാർത്ഥനക്കും 3 പ്രതിഫലം സുനിശ്ചിതമാണ്. ഒരുപക്ഷെ ഉടനടി പരിഹാരമുണ്ടാകും, അതല്ലെങ്കിൽ പരലോകത്തേക്ക് അതിൻ്റെ പ്രതിഫലം മാറ്റിവെക്കും, അതുമല്ലെങ്കിൽ വല്ല ആപത്തും അതുമൂലം നീങ്ങിപ്പോകും. അതുകൊണ്ട് തന്നെ വിശ്വാസിയുടെ തേട്ടങ്ങൾ ഒരു നിലക്കും വിഫലമാവുന്നില്ല. വിശുദ്ധ നാളുകളിൽ പ്രാർത്ഥനയ്ക്ക് നല്ലൊരു സമയം നാം നീക്കിവെക്കണം. 2. ഖുർആൻ പാരായണം. നമ്മുടെ വിശിഷ്ടാതിഥിയായ റമദാനിനെ സ്വീകരിക്കാൻ നമുക്ക് ഒരുക്കി വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവം ഖുർആൻ പാരായണം തന്നെയാണ്. ഏറ്റവും ചുരുങ്ങിയത് നാം ഓരോരുത്തരും 3 പ്രാവശ്യമെങ്കിലും ഖുർആൻ പൂർണ്ണമായും ഈ റമദാനിൽ പാരായണം ചെയ്തു തീർക്കണം. അത്തായ സമയം, സുബഹി നിസ്കാരാനന്തരം, ളുഹറിന് മുമ്പ് ഓരോ ജുസ് എന്നിങ്ങനെ സമാനമായ സമയങ്ങൾ ക്രമീകരിക്കാം. 3. വിശപ്പിനെ അറിയുക. നാം ഓരോരുത്തരും വിശപ്പിനെ രുചിക്കുന്ന റമദാനിൽ ലോകത്തിൻ്റെ പല ഭാഗത്തും വിശപ്പ് അനുഭവിക്കുന്നവരെക്കുറിച്ച് നമുക്ക് ഓർമ്മ വേണം. ഫലസ്തീനികൾ അടക്കം നമ്മുടെ ഓർമ്മയിൽ വരികയും പ്രാർത്ഥനയിലെങ്കിലും അവർക്കൊരു ഇടം നൽകാൻ നാം മറക്കരുത്. 4. മനസ്സറിഞ്ഞ ദാനങ്ങൾ. റമദാൻ ദാനധർമ്മങ്ങളുടെ മാസം കൂടിയാണല്ലോ. തേടി വരുന്നവർക്ക് മനസ്സറിഞ്ഞ് നൽകുകയും ആവശ്യക്കാരെ കണ്ടെത്തി നൽകാൻ പ്രത്യേകം താല്പര്യമെടുക്കുകയും വേണം. 5. സോഷ്യൽ മീഡിയ. നമ്മുടെ കണ്ണും കാതും വിചാരങ്ങളും അതിലേറെ സമയവും കവർന്നെടുക്കുന്നതിൽ സോഷ്യൽ മീഡിയ മുന്നിലാണല്ലോ. അത്യാവശ്യത്തിന് മാത്രം അവ ഉപയോഗിക്കുകയും അതിനു തന്നെ പ്രത്യേക സമയം നിശ്ചയിച്ച് സമയ നഷ്ടം ഒഴിവാക്കാനും ശ്രദ്ധിക്കണം. 6. അത്തായ സമയത്ത് ഇസ്തിഗ്ഫാർ. അത്തായ സമയത്ത് പാപമോചന പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം മൂല്യവും പ്രാധാന്യവും ഖുർആൻ കൽപ്പിച്ചിട്ടുണ്ട്. 7. നോമ്പ് തുറ. നോമ്പ് തുറപ്പിക്കുന്നതും പുണ്യകർമ്മമാണ്. ഒരു നോമ്പുകാരനെ ഇഫ്താർ നടത്തിയാൽ നോമ്പ് എടുത്തതിന് അദ്ദേഹത്തിന് ലഭിക്കുന്നത് പോലെ ഒരു പ്രതിഫലം നോമ്പ് തുറപ്പിച്ചവനും ലഭിക്കുമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ചുരുങ്ങിയത് ഒരു 50 പേർക്കെങ്കിലും ഇഫ്താർ കൊടുക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഈ റമദാൻ നമുക്ക് അനുകൂലമായി അള്ളാഹു സ്വീകരിക്കട്ടെ. പുണ്യകർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കാൻ അള്ളാഹു സഹായിക്കട്ടെ. ഈ ദിക്റുകൾ കൂടെ ചൊല്ലി നമുക്ക് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.